ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഉടനെ ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന്, അല്ലെങ്കിൽ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ളത്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, സഭ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ ഇതൊരു നടക്കേണ്ട പ്രക്രിയ തന്നെയാണ്, അതുകൊണ്ട് സംസാരിക്കേണ്ട വിഷയമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ നമ്മുടെ ചരിത്രത്തിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരാണ് അടുത്ത പോപ്പ് എന്നുള്ളത്. നിലവിൽ ഏറ്റവും സ്ട്രോങ് ആയ, ഇൻഫ്ലുവൻഷ്യലായ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് യോഗ്യത നേടാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന പ്രധാനപ്പെട്ട 5 കർദിനാൾമാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. പർദീസ. പാപ്പാബിലെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു ഇറ്റാലിയൻ വാക്കാണ്. ഈ വീഡിയോ മുൻപോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തുടക്കത്തിൽ തന്നെ 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പാപ്പാബിലെ എന്നാണ്. പാപ്പാബിലെ എന്ന് പറയുന്ന ഇറ്റാലിയൻ വാക്ക് സൂചിപ്പിക്കുന്നത് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു കർദിനാളിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇത് മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള ആൾ എന്ന നിലയിലാണ് ഈ പദം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പാപ്പാ തെരഞ്ഞെടുപ്പിൽ പല കർദിനാൾസിനെയും പാപ്പാബിലെ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനമായി തീരുമാനം കൽപ്പിക്കുന്നത് കോൺക്ലേവിലെ അവസാനത്തെ ആ ഒരു വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിലൂടെയാണ്. പാപ്പാബിലെ, അതായത് മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് പല മാധ്യമങ്ങളും അല്ലെങ്കിൽ വത്തിക്കാനിലെ പല പ്രമുഖരും തന്നെയും പറഞ്ഞാൽ തന്നെയും ഏറ്റവും അവസാനം അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങളോടെ പെട്ടെന്ന് പാപ്പാബിലെ സ്ഥാനത്ത് എങ്ങുമില്ലാതിരുന്ന ഒരു വ്യക്തി മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വന്ന ചരിത്രവും സഭയിലുണ്ട്. പൊതുവെ ഈ പാപ്പാബിലെ എന്ന് പറയുന്ന വാക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺക്ലേവ് എന്താണെന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് അതൊരു രഹസ്യ വോട്ടിംഗ് ആണ് നടക്കുന്നത്. ഈ ഒരു രഹസ്യ വോട്ടിംഗ് പ്രക്രിയയെ പറയുന്നതാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 252 കാർഡിനൽസ് ആണ് ഉള്ളത്. അതിൽ 80 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുക. അതായത് ഇവർക്ക് മാത്രമാണ് വോട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺക്ലേവ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ. ഈ കോൺക്ലേവ് പ്രക്രിയ എങ്ങനെയാണ് പൂർത്തിയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ കോൺക്ലേവിലേക്ക് കയറിയിരിക്കുന്നതിൽ 2% വോട്ട് നേടി ഭൂരിപക്ഷം നേടുന്ന ആ ഒരു കാർഡിനലിനെയാണ് മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുക. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും സക്സസ് ആകാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 2 കിട്ടുന്നത് വരെ തുടർച്ചയായിട്ട് ഈ ഒരു കോൺക്ലേവ് നടന്നുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും ഒടുവിൽ ഈ ഒരു 2% ലഭിക്കുന്ന കാർഡിനൽ ആരാണോ ആ വ്യക്തിയെയാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. നമ്മളൊരു നല്ല കത്തോലിക്ക വിശ്വാസി ആയിരുന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊന്നും തെറ്റല്ല. നമ്മളുടെ ആളുകളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ നമ്മുടെ പോപ്പിന് വേണ്ടി, നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മടിക്കരുത്, അല്ലെങ്കിൽ മറന്നു പോകരുത്. കാരണം ലോകത്തിൽ എന്തൊരു സംഭവം ഉണ്ടാകുമ്പോഴും എല്ലാ ആളുകളും അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മീഡിയയും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർപ്പാപ്പ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. കോടിക്കണക്കിന് വിശ്വാസികളുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ വാക്കിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള മക്കളെങ്കിലും അതിനെ വിളിക്കപ്പെട്ടവരാണ്, അവർ പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളൊരു സുഹൃത്തിന് നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട വിലപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നാമ്പുറങ്ങളിൽ അടുത്ത മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുകയോ മറ്റോ ചെയ്താൽ
ഉടൻ തന്നെ ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 5 കർദിനാൾമാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗസ്സിങ് മാത്രമാണ്, ഇത് തന്നെ എക്സാക്ട്ലി ആകണമെന്നല്ല പറയുന്നത്. എന്നാലും ഇത് ഒരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 5 പേരിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കർദിനാൾ പീറ്റർ എർദോ എന്ന് പറയുന്ന വ്യക്തിയാണ്. കർദിനാൾ പീറ്റർ എർദോ എന്ന് പറയുന്നത് ഹംഗറിയക്കാരനാണ്. ഇദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഹംഗറിയിലെ എക്സ്റ്റർഗോം ബുസാപിസ്റ്റ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് 2002 നിയമിതനായ വ്യക്തിയാണ് പീറ്റർ എർദോ എന്ന് പറയുന്നത്. ഇദ്ദേഹം കർദിനാളായിട്ട് 2003 ഒക്ടോബർ 21 നമ്മുടെ ജോൺ പോൾ പാപ്പ രണ്ടാമനാണ് കർദിനാൾ പദവി ഇദ്ദേഹത്തിന് നൽകിയത്. ഡോക്ടറേറ്റ് ഇൻ തിയോളജി അല്ലെങ്കിൽ കാനോനിക നിയമത്തിൽ ഡോക്ടറേറ്റും പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ റോമിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൂടാതെ തന്നെ ഡോക്ടറേറ്റ് ഇൻ ഫിലോസഫി, അതായത് തത്വശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് ഉണ്ട്. അതും പൊന്തിഫിക്കൽ ലാറ്ററൽ സർവകലാശാല റോമിൽ നിന്നാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം നേരത്തെയും പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2005 കോൺക്ലേവിൽ, അതായത് നമ്മുടെ പാപ്പ ബെനഡിക്റ്റ് 16 തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ കർദിനാൾ എർദോ പങ്കെടുത്തിട്ടുണ്ട്. 2013 കോൺക്ലേവിലും അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ കാനോനിക നിയമത്തിലും ഫിലോസഫിയിലും ഡോക്ടറേറ്റ് ഉള്ള ഇദ്ദേഹത്തിന് എത്രത്തോളം അറിവുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തവും ആഴവുമായ അറിവ് ഇദ്ദേഹത്തിന്, വളരെ ജ്ഞാനം അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്ട്രോങ് ലീഡർ ഇൻ യൂറോപ്യൻ ചർച്ച് എന്നുള്ളതാണ്. അതായത് യൂറോപ്യൻ ചർച്ചുകളിൽ ഇദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്ട്രോങ് ലീഡേഴ്സ് ഇൻ യൂറോപ്യൻ ചർച്ച് എന്നുള്ളതാണ്. അതായത് യൂറോപ്യൻ ചർച്ചുകൾക്കിടയിൽ ഇദ്ദേഹത്തിന് ഭയങ്കര വലിയൊരു സ്വാധീനം. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത് അഡ്വക്കേറ്റ്സ് ഫോർ ദ ട്രഡീഷണൽ കാത്തലിക് ടീച്ചിങ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അത്ര ട്രഡീഷണൽ ആയിട്ടുള്ള ആൾ അല്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതായത് ചരിത്രത്തിലെ അവസാനത്തെ ട്രഡീഷണൽ പോപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആണ് എന്നുള്ളതാണ്. വളരെ ട്രഡീഷണൽ ആണ് എന്ന് പറയുന്നത്. അതായത് ലാറ്റിൻ മാസ് പരിപാലിക്കുവാൻ ശ്രമിച്ച മാർപ്പാപ്പയാണ് പാപ്പ ബെനഡിക്റ്റ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ട്രഡീഷണൽ പോപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ പോപ്പ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ പരമ്പരാഗത രീതികളെ പാലിക്കുകയും മുൻകാല പാപ്പാമാരുടെ ഭരണം, മതപാഠങ്ങൾ, ലിറ്റർജി, കത്തോലിക്കയുടെ പരമായിട്ടുള്ള എത്രയും കാലമായിട്ട് പിന്തുടർന്നു പോകുന്ന പല കാര്യങ്ങളും ഇവയിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അത് പിന്തുടർന്നു പോകുന്ന ഒരു പാപ്പയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വതന്ത്രമായിട്ട് പല തീരുമാനങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് പിന്തുടർച്ച അല്ലെങ്കിൽ നേരത്തെയുള്ള മാർപ്പാപ്പമാർ പിന്തുടർന്നു പോകുന്ന കാര്യങ്ങൾ കൂടാതെ സ്വതന്ത്രമായിട്ട് ചില തീരുമാനങ്ങൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേറൊരു കാര്യം, സ്ട്രോങ്ങസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റേൺ യൂറോപ്പ് എന്നുള്ളത്. അതായത് പ്രധാനമായും ഈസ്റ്റേൺ യൂറോപ്പ് മാർക്സിസം, കമ്മ്യൂണിസം തുടങ്ങിയവയുടെ തെറ്റായ പഠനങ്ങളിൽ കാലിടറി ദേവാലയത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ തിരികെ പ്രബോധിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഈ പീറ്റർ എർദോ എന്ന് പറയുന്ന കർദിനാളിൻ്റെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 35 വയസ്സിൽ ഒരു തിയോളജി പ്രൊഫസർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ അത് ഇമ്പോസിബിൾ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. പക്ഷെ 35 വയസ്സിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് അദ്ദേഹമായിരുന്നു ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ എന്ന് പറയുന്നത്. മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷ അതിൽ ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 6 ഭാഷ, അതായത് ലാറ്റിൻ ഉൾപ്പെടെ 6 ഭാഷകൾ ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കുവാനുള്ള ഒരു മികവ് ഇദ്ദേഹത്തിന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാനോനിക നിയമത്തിൽ, അതായത് കാനൻ ലോയിൽ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കാനോനിക നിയമത്തെക്കുറിച്ച് വളരെ എക്സ്പേർട്ടായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വത്തിക്കാൻ ട്രിബ്യൂണൽ പോലുള്ള പാപ്പ കോടതികളിൽ ഉപദേശകനായിട്ട് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു പാപ്പ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാനോനിക നിയമത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഇദ്ദേഹം കൂടുതൽ പ്രബല സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കർദിനാൾ ആരാണെന്ന് ചോദിച്ചാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ലൂയിസ് ആന്റോണിയോ ടാംഗ്ലെ എന്ന് പറയുന്ന കർദിനാളാണ്.
ഇദ്ദേഹത്തിന് വളരെയധികം സാധ്യതയുണ്ട് എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത് വത്തിക്കാനിലെ പെർഫെക്റ്റ് ഓഫ് ദ ഡിക്കാസ്ട്രി ഫോർ ദ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. ഡിക്കാസ്ട്രി എന്നാൽ ഇപ്പോൾ ഒരു കാറ്റഗിസം ഓഫ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങളിൽ ഒരു വൈദികനായിരിക്കും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ വത്തിക്കാനും ചില കമ്മീഷനുകളുണ്ട്. ഇതിൻ്റെ പേരാണ് ഡിക്കാസ്ട്രി എന്ന് പറയുന്നത്. അതൊരു കമ്മീഷൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇദ്ദേഹം. ഫിലിപ്പീൻസിലെ മനില എന്ന് പറയുന്നത് നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അവിടുത്തെ മുൻ ആർച്ച് ബിഷപ്പായിരുന്നു ടാങ്ലെ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ വാഷിംഗ്ടൺ DC കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയോളജിയിൽ ഇദ്ദേഹത്തിന് PhD ഉണ്ട്. പാപ്പായെ തിരഞ്ഞെടുക്കുന്ന ഇദ്ദേഹം നേരത്തെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2013 കോൺക്ലേവിൽ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ആ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ജനങ്ങളോടൊപ്പം സമയം ചെലവിടുന്ന ഒരു നല്ല വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. ഒരു നല്ല ഇടയനാണ്. ഇടയബന്ധത്തിന് പ്രാധാന്യം നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല എളിമയുള്ള ഒരു വ്യക്തി ജീവിതമാണ് ഇദ്ദേഹം ഉള്ളത്. പലപ്പോഴും ചെറുപ്പക്കാരെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും വളരെയധികം ചിന്തിക്കുന്ന ഒരു കർദിനാൾ കൂടിയാണ് ഇദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് വളരെ സൗഹൃദമുള്ള, എന്നാൽ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം പാപ്പായുമായിട്ട് സംസാരിക്കുന്ന, ഡിസ്കഷൻ ചെയ്യുന്ന ഒരു കർദിനാൾ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു യൂട്യൂബ് സ്റ്റാർ ആണെന്നാണ് പലരും പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇദ്ദേഹം ഒരു സ്റ്റാർ ആണെന്നാണ് പൊതുവെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന വിധത്തിലാണെന്നും പലപ്പോഴും നിറകണ്ണുകളിലൂടെ ആളുകൾ ഇത് കേട്ടിരിക്കുന്നതായിട്ടും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചൈനീസ്, കൊറിയ, ലാറ്റിൻ, ഇംഗ്ലീഷ്, അതുകൂടാതെ ഇറ്റാലിയൻ തുടങ്ങിയത് ഏകദേശം 7 ഭാഷകളെങ്കിലും കുറഞ്ഞത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇനി മൂന്നാമത്തെ കർദിനാൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കർദിനാൾ പിയാട്രോ പരോളിൻ എന്ന് പറയുന്നതാണ്. ഇദ്ദേഹം ഒരു ഇറ്റലിക്കാരൻ കൂടിയാണ്. നമുക്ക് കർദിനാൾമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 252 കർദിനാൾമാരാണ് ഇപ്പോൾ വത്തിക്കാനിൻ്റെ കീഴിൽ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അത് ഏകദേശം 51 കർദിനാൾമാർ വന്നിരിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും അധികം കർദിനാൾമാരുള്ളതും ഇറ്റലിയിൽ നിന്ന് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്ന പദവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഒരു ഉന്നത അധികാരത്തിലുള്ള ഒരു പൊസിഷനാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇനി ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് കാനൂനിക നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൂടാതെ പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാദമിയിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ശാസ്ത്രത്തിലും ഇദ്ദേഹത്തിന് ഡിപ്ലോമയുണ്ട്. ഇനി കോൺക്ലേവിൽ, അതായത് ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ ഇതിക്ക് മുൻപ് ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇദ്ദേഹത്തിന് ഒരു കർദിനാൾ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഇതുവരെ ഇദ്ദേഹം ഒരു കോൺക്ലേവിലും പങ്കെടുത്തിട്ടില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വത്തിക്കാന്റെ നയതന്ത്രങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കാര്യനിർവഹണത്തിലും സുപ്രധാനമായ പങ്ക് ഇദ്ദേഹം വഹിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ സഭയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ കൂടുതലാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നമാണ് നമ്മളുടെ ചൈനയുമായിട്ടുണ്ടായിരുന്ന ചില തർക്കങ്ങൾ, ചില വിവാദങ്ങൾ. ഇത് വത്തിക്കാനും ചൈനയും ഇടയിൽ ഉണ്ടായ ഇത്തരം വിള്ളലുകൾ പരിഹരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇദ്ദേഹമായിരുന്നു. കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇടപെടുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഭയങ്കര അപാര ഒരു കഴിവാണ് ആ കാര്യത്തിൽ ഇദ്ദേഹത്തിനുള്ളത്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചേംബറിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാനം, പ്രത്യേക സ്ഥാനം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പ അസുഖബാധിത ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ ദിവസം മുതൽ വത്തിക്കാനിലെ പല കാര്യങ്ങൾക്കും നേതൃത്വ പാടവത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രവേശിച്ച സമയം മുതൽ വിശ്വാസികളെ ഒന്നടങ്കം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തുന്നതിന് മുന്നിൽ നിന്നത് ഈ പരോളിൻ എന്ന് പറയുന്ന കർദിനാളായിരുന്നു. 2025 ഫെബ്രുവരി 24 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ഈ ഒരു പ്രാർത്ഥനാ സമയത്ത് 100 കണക്കിന് വിശ്വാസികൾ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പരോളിൻ, കർദിനാൾ പിയാട്രോ പരോളിൻ വത്തിക്കാനിലെ ഉന്നത സ്ഥാനത്തുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭാവത്തിൽ സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിൽ പോലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇനി ടോപ്പ് 5 നാലാമത്തെ കർദിനാൾ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ്. കർദിനാൾ പീറ്റർ ടഗ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് കർദിനാൾ പീറ്റർ കോഡോ അപ്പിയോ ടഗ്സൺ. ഗാനയിലെ ഒരു പ്രമുഖ കത്തോലിക്ക നേതാവും വത്തിക്കാനിലെ ഉന്നത അധികാരത്തിൽ സ്ഥാനം വഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം.
നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിൽ ക്രിസ്ത്യാനിയാണ് എന്ന പേര്, ആ ഒരു പേരുള്ളത് കൊണ്ട് പോലും കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് അതിനേക്കാൾ വേഗത്തിലാണ് കുതിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് റോക്കറ്റിനേക്കാൾ വേഗത്തിൽ അവിടുത്തെ വിശ്വാസം വർദ്ധിച്ച് ഓരോ ദിവസവും കഴിയുന്തോറും കൂടുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഊതിക്കെടുത്തുവാൻ ശ്രമിക്കും തോറും ആളിക്കത്തുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ആഫ്രിക്കനിലുള്ളത്. ആ ആഫ്രിക്കൻ വിശ്വാസ സമൂഹത്തിന് ഒരു ഇടയനുണ്ട്. ആ ഇടയനാണ് പീറ്റർ കോഡോ ടർക്സൺ എന്ന് പറയുന്ന ഈ കർദിനാൾ. ഇനി ഇദ്ദേഹത്തിന്റെ കറണ്ട് പൊസിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിന്റെയും പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സോഷ്യൽ സയൻസിന്റെയും ചാൻസലറായിട്ട് 2022 ഏപ്രിൽ 4 നിയമിതനായ വ്യക്തിയാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോമിൽ നിന്ന്, അതായത് പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD നേടിയിട്ടുണ്ട്. ഇദ്ദേഹം നേരത്തെ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ സാമൂഹ്യനീതി, സമാധാനം, സാമ്പത്തിക സമത്വം എന്നിവയിൽ വത്തിക്കാന്റെ പഠനങ്ങളും പ്രവർത്തനങ്ങളും നയിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികളുടെ മേൽ മുസ്ലിങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ നാട്ടിലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് മതങ്ങൾക്ക് ഇടയിലും ഒരു സമാധാനം സ്ഥാപിക്കുവാൻ നിരന്തരം പ്രയത്നിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റ് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു 2015 ലൗഡാറ്റോ സി എന്ന് പറയുന്ന ഒരു എൻസൈക്ലിക്കൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മുഖ്യ വിഷയങ്ങളെല്ലാം തന്നെയും എഴുതിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. നമ്മൾക്കറിയാം, നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് സംസാരിക്കുന്ന ഭാഷകളെന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇപ്പോൾ തുളു, തെലുങ്ക്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്, ഗുജറാത്തി, അങ്ങനെ ഒത്തിരി ലാംഗ്വേജ് നമ്മളുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തും ഇതുപോലെ പ്രാദേശിക ഭാഷകൾ എന്നോണം ഒത്തിരി അധികം ഭാഷകൾ നിലവിലുണ്ട്. ഈ ഭാഷകളിൽ ഏകദേശം 70% സംസാരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതുകൂടാതെ ലാറ്റിൻ, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഇതിലൊക്കെ ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു വൈദികനാകും മുമ്പ് സ്വന്തം അമ്മയുടെ കൂടെ ഓറഞ്ച് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നടന്നുപോയ കാൽവഴികളൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കേ, ഒരു വൈദികനാകും മുമ്പ് നടന്നിരുന്ന അദ്ദേഹത്തെ ദൈവം പടിപടിയായിട്ട് ഉയർത്തി ഇന്ന് എത്തിച്ച് വെച്ചിരിക്കുന്നത് വത്തിക്കാനിലെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പോയിന്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, കർദിനാൾ പൊസിഷനിലേക്ക് ദൈവം എങ്ങനെ ഉയർത്തുന്നു. ഒരു വിശ്വസ്തത ദൈവത്തിനോട് കമ്മിറ്റ് ചെയ്ത് നമ്മൾ നിന്നാൽ ദൈവം നമ്മളെ എത്രത്തോളം കൈവെള്ളയിൽ കൊണ്ടു നടക്കും, എത്രത്തോളം ഉയർത്തും എന്നുള്ളതിന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു സാക്ഷ്യമാണ്. ഇനി 5ാമത്തെ വ്യക്തിയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം, അതായത് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യത കൽപ്പിക്കുന്ന പട്ടികയിലെ, അതായത് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കർദിനാൾ ക്രിസ്റ്റോഫ് ഷോൺബോൺ എന്ന് പറയുന്ന ഓസ്ട്രിയക്കാരനായ കർദിനാളാണ്. ഇദ്ദേഹത്തിന്റെ കറണ്ട് പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഓസ്ട്രിയയിലെ പ്രമുഖ കത്തോലിക്ക നേതാവും വിയന്നയുടെ മുൻ ആർച്ച് ബിഷപ്പുമായിരുന്നു ഇദ്ദേഹം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേ സ്വാച്ചോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹത്തിന് തിയോളജി ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിയന്ന സർവകലാശാലയിൽ തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പാരീസ് കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയോളജി. പിന്നെ പാപ്പ തെരഞ്ഞെടുക്കുന്നതിൽ ഇദ്ദേഹം നേരത്തെ പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2005 കോൺക്ലേവിൽ, അതായത് മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ പാപ്പ ബെനഡിക്റ്റ് 16 തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2013 കോൺക്ലേവ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ആ കോൺക്ലേവിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ചാൽ കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് CCC തയ്യാറാക്കുന്നതിൽ ഇദ്ദേഹം ഒരു കീ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു എന്ന് വേണം പറയാൻ. അതുകൂടാതെ തിയോളജി, അതായത് ദൈവശാസ്ത്രത്തിൽ ആഴമേറിയ ജ്ഞാനം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ബ്രില്യൻ്റ് തിയോളജിയനാണ് എന്നാണ് പറയുന്നത്. ഇനി ഫെയ്ത്തും സയൻസും, അതായത് സയൻസ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത്തരം ആളുകൾക്ക് ഇദ്ദേഹം വലിയ ഒരു മാതൃകയാണ്. കാരണം സയൻസും ഫെയ്ത്തും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള വിശ്വാസ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പകർന്നു കൊടുക്കുന്നതിലും, അത് അടുത്ത തലമുറയിലേക്ക് കൃത്യമായി സയൻസിനെയും വിശ്വാസത്തെയും ക്രോഡീകരിച്ച് താരതമ്യപ്പെടുത്തി കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ഇദ്ദേഹം വളരെ മുന്നിലാണ്. ഇനി ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോപ്പ് ബെനഡിക്റ്റ് 16 ഒരു സ്റ്റുഡൻ്റായിട്ട് ഓസ്ട്രിയയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുകൂടാതെ ഇദ്ദേഹം ഒരു നോബൽ ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. യൂറോപ്പിൽ യൂത്തിനെ ഓർഗനൈസ് ചെയ്ത് യൂത്തിന് വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി
സൈക്കിൾ റോഡ് ഷോ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത ഉള്ള ഒരു 5 കർദിനാൾമാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് സംസാരിച്ചത്. നമ്മൾ എത്രയൊക്കെ കണക്കുകൂട്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാലും ദൈവം വിധി കൽപ്പിക്കാതെ അവസാന ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. പുതിയ മാർപ്പാപ്പ ഉദയം ചെയ്യുമ്പോൾ അനേകം മാറ്റങ്ങൾ സംഭവിക്കും. അത് പലരെയും പല വിധത്തിലായിരിക്കും ബാധിക്കുക. പത്രോസ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്ന് പറഞ്ഞ് ഈശോ സ്ഥാപിച്ച സഭയാണ് നമ്മുടെ ഈ സഭ. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഇതിനെ തകർക്കുവാനായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങളോടെ ചില പൈശാചിക ശക്തികൾ എത്ര അധികം ശ്രമിച്ചിട്ടും ഇന്നേ വരെ നമ്മുടെ സഭയെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഭയിൽ അംഗമായതിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ നല്ല അഭിമാനത്തോടെ നിൽക്കാം. വീണ്ടും വിശ്വാസത്തിന് ചൂട് പിടിക്കുന്ന ഈശോയിലേക്കും തിരുസഭയിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും നിങ്ങളെ ഒട്ടിച്ചു വയ്ക്കുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.